നമ്മൾ വിചാരിക്കുന്നതിൽ സീരിയസ് ആ കാര്യങ്ങള്. അതെ, നമ്മളില്ലാത്ത സമയം നോക്കി മുറിയിൽ കയറി പരിശോധിക്കുന്നവരായി കാര്യങ്ങൾ. ഇനി കൂടുതൽ സൂക്ഷിക്കണം. ഇനി അധിക നാളിവിടെ നിൽക്കുന്നത് സേഫ് ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യം നേടി ഈ വീട് വിട്ടിറങ്ങണം. അതെ, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ മറച്ചുവെച്ച നമ്മുടെ ഐഡന്റിറ്റി പോലും പുറത്താവും. ചെറിയച്ഛന് നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാ ഡൗട്ട്. അത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. പക്ഷേ ചന്ദ്രമതി ആന്റിയുടെ കാര്യം സൂക്ഷിക്കണം. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ ആരാണെന്ന് അറിയാനുള്ള ശ്രമം തന്നെയാ. ആന്റി ഇപ്പൊ അതറിയുന്നത് പ്രശ്നമാണ്. അങ്കിളായിട്ട് പറയുന്നതിന് മുന്നേ വേറെ ആരെങ്കിലും പറഞ്ഞറിയുന്നത് പ്രശ്നമാണ്. അങ്ങനെ വന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്റെ പിതൃത്വം അംഗീകരിപ്പിക്കുന്നതിനേക്കാളും വലിയ ഒരുപാട് ലക്ഷ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. വ്യക്തിപരമായ കാര്യത്തിന്റെ പേരിൽ നമ്മൾ കുറച്ചുപേരുടെ ഒരുപാട് നാളായുള്ള പരിശ്രമം വെറുതെ പോകാൻ പാടില്ല. കിരൺ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം നമ്മളെല്ലാം ഉപേക്ഷിച്ച് പിന്മാറിയ കിരണ് ഒരിക്കലും അച്ഛനെയോ കുടുംബത്തെയോ തിരിച്ചു കിട്ടില്ല. ദുർഗ പറയുന്നതൊക്കെ ശരിയാ. ഒരു കുടുംബവും അച്ഛന്റെ സ്നേഹവും എല്ലാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുവാ. പക്ഷേ ഒരു പക്ഷേയില്ല. എന്ത് ലക്ഷ്യത്തോടെയാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അതെല്ലാം നമ്മൾ നേടുക തന്നെ ചെയ്യും. പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്ന് മാത്രം. എന്തിനും കിരണിനൊപ്പം ഞാനുണ്ടാവും. ആ ഒരു ധൈര്യം മാത്രം എനിക്കുള്ളത്. എന്തൊരു കഷ്ടമാണോ എന്തോ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവും. ഇവർക്ക് നാണയില്ലല്ലോ നാത്തുനെ. അശിയെ കെട്ടിച്ചു വിട്ട വീടല്ലേ അത്. അവിടേക്ക് സാധനങ്ങൾ കൊടുത്തു വിടണമെങ്കിൽ അത് അശിക്കല്ലേ കൊടുത്തു വിടേണ്ടത്. എന്റെ കുഞ്ഞിനെ അതിനമ്മ കൊച്ചുമോളായിട്ട് കണ്ടിട്ടില്ലല്ലോ. അച്ഛനെന്ന് പറയുന്ന ആൾക്കും ആ സ്നേഹമില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല നാത്തുനെ. ഇപ്പൊ നമ്മളത് വിട്ടുകൊടുത്താലേ അവരിത് എന്നെ തുടരും. അത് പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു വിലയില്ലല്ലോ ഇവിടെ. അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. ദുർഗ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പോയതായിരുന്നെങ്കിൽ ഈ കാണിക്കുന്നതിനൊക്കെ ഒരു ന്യായം ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. അവളായിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു വിട്ട കൊച്ചിനില്ലാത്ത പ്രാധാന്യം അവൾക്ക്. അതെങ്ങനെ ശരിയാവും? ഇവർ ഈ വേർതിരിവ് കാണിക്കുന്നത് കാണുമ്പോ പാവ അശുമോക്ക് എന്തുമാത്രം വിഷമുണ്ടാകുമെന്ന് നാത്തുനൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രോ, ആ വീട്ടുകാര് തന്നെ അമ്മയുടെയും മോന്റെയും വേർതിരിവ് മനസ്സിലാക്കില്ലേ? അത് ശരിയാ. പക്ഷെ ഞാനോ നീയോ എന്ത് ചെന്ന് പറഞ്ഞാലും അമ്മ അതിനൊരു വിലയും തരാൻ പോകുന്നില്ല. എന്റെ നാത്തൂൻ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം.